ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്ന് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പഠിക്കാം. എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വായിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ യൂസേജസ് നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ which started in the past and is still going on. That means continued into the future. അതായത് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ആക്ഷൻ എന്താണ്, ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കി. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ജോലി എപ്പോഴാണ് തുടങ്ങിയത്? മുമ്പ് തുടങ്ങിയതാണല്ലേ, 2 മണിക്കൂർ മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ 2 മണിക്കൂറായി ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്യുകയാണ്, ഇനിയും എന്താണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ. ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫ്രീ ഫയർ സിൻസ് 7 AM. അവൻ 7 മണി മുതൽ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഇപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ 8 o'clock ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങിയത്? 7 o'clock അല്ലേ, 7 AM തുടങ്ങിയത്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ആ ഒരു ആക്ഷൻ ഇപ്പോഴും എന്താണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ ഇനി ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 9 o'clock ആയാലും എന്താണ്, ആ ഒരു ആക്ഷൻ, ആ ഒരു കളിക്കുക എന്നുള്ള ഒരു ആക്ഷൻ എന്താണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു യൂസേജ് മാത്രമേ പ്രസൻറ്റ് പെർഫെക്റ്റിനുള്ളൂ. പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ഇപ്പോഴും നടക്കുന്നു, അത് ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ടൈം ഇൻഡിക്കേറ്റേഴ്സ് സിൻസ് ആൻഡ് ഫോർ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയുന്ന ഒരു സെൻറ്റൻസിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സ് കാണും. എന്താണ് സിൻസും ഫോറും? സിൻസ് ഷോസ് ദ പോയിൻ്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ്. അതായത് ഒരു ആക്ഷൻ എപ്പോൾ മുതലാണ് തുടങ്ങിയത് എന്നുള്ള ആ ഒരു ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സിൻസ് 2015 മുതൽ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. സിൻസ് ഐ കെയിം ഹിയർ, ഞാനിവിടെ വന്നത് മുതൽ. അപ്പോൾ ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയ ആ ഒരു ടൈം കാണിക്കാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ടൈം ഫോർ വിച്ച് ആൻ ആക്ഷൻ ഹാസ് ബീൻ ഗോയിങ് ഓൺ. അതായത് എത്ര നാളായി ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ 10 years, 10 വർഷമായി. ഫോർ 5 hours, 5 മണിക്കൂറായി. ഫോർ 2 days, 2 ദിവസമായി. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ എപ്പോൾ മുതൽ തുടങ്ങിയെന്നല്ല, എത്ര നാളായി തുടങ്ങി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. നമുക്കറിയാം, കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോഴേ വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ing ഫോം. ഹാസും ഹാവും എവിടേക്കാണ് ചേർക്കേണ്ടതെന്ന് നമുക്കറിയാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമേഷൻ ഒന്ന് നോക്കാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ റൈറ്റിംഗ്, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവും. ഹി ഹാസൻ ബീൻ റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഇതൊരു നെഗറ്റീവാണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം. ദേ ഹാവൻ ബീൻ റൈറ്റിംഗ്, അവർ എഴുതിക്കൊണ്ടിരിക്കുകയല്ല. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? അപ്പോൾ അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഓക്സിലറി വേർബ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഓക്സിലറി വേർബ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം?
ഹാസ് ഹി ബീൻ റൈറ്റിംഗ്? അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഹാവ് ദേ ബീൻ റൈറ്റിംഗ്? അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? അവൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹാസ് ഹി നോട്ട് ബീൻ റൈറ്റിംഗ്? അവർ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ? ഹാവ് ദേ നോട്ട് ബീൻ റൈറ്റിംഗ്? അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്താലോ? ഞാൻ 3 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി 3 മണി മുതൽ. അപ്പോൾ ഏത് വേർഡാണ് നമ്മൾ ചേർക്കേണ്ടത്? സിൻസ്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 3 o'clock. നെക്സ്റ്റ് സെൻറ്റൻസ്, ഞാൻ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3 മണി മുതലാണ്, ഇവിടെ 3 മണിക്കൂറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ഏത് ടൈം ഇൻഡിക്കേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? 4. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. അവൾ 3 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യനിലാണെങ്കിലോ ഐ, അത് പ്ലൂറലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 3 o'clock. നെക്സ്റ്റ് വൺ, അവൾ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സെക്കൻഡ് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ എന്താണ് ഇവിടെയുള്ള ചേഞ്ച്? സബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലേ? ഷീ ഒരാളാണ്, ഐയും ഒരാളാണ്, ബട്ട് നമ്മൾ എന്താണ് ഐ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. കുറച്ച് സെൻറ്റൻസ് കൂടി നോക്കാം. 2 ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 days. 2015 മുതൽ അവൾ ഒരു നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ നഴ്സ് സിൻസ് 2015. അരമണിക്കൂറായി ഞങ്ങൾ ഒരു ബസ് കാത്തു നിൽക്കുന്നു. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ബസ് ഫോർ ഹാഫ് ആൻ അവർ. ഇവിടെ അരമണിക്കൂറായി എന്നുള്ളത് കൊണ്ടാണ് 4 യൂസ് ചെയ്തത്. അനു രാവിലെ മുതൽ അവളുടെ കൂട്ടുകാരികളെ കാത്തിരിക്കുന്നു. ഇവിടെ രാവിലെ മുതൽ എന്ന ആ ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? അനു ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫ്രണ്ട്സ് സിൻസ് മോർണിംഗ്. 10 വർഷമായി ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ 10 years. ഇവിടെ ഏതൊക്കെ ടൈം ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. അവൾ 4 മണി മുതൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ റീഡിംഗ് സിൻസ് 4 PM. അവൾ 4 മണി മുതൽ വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ഷീ ഹാസൻ ബീൻ റീഡിംഗ് സിൻസ് 4 PM. അവൾ 2 മണിക്കൂറായി വായിച്ചു കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ഹാസ് ഷീ ബീൻ റീഡിംഗ് ഫോർ 2 hours. അവൾ 2 മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പറയാം? ഹാസ് ഷീ നോട്ട് ബീൻ റീഡിംഗ് ഫോർ 2 hours. ഇതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് ഒരുപാട് സെൻറ്റൻസ് നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.